ഹലോ ഡിയേഴ്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സാൻഡ്വിച്ച് റെസിപ്പി നോക്കാം. നോമ്പ് കാലത്ത് എപ്പോഴും എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം ഇടയ്ക്ക് ഇതുപോലെയുള്ള സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ കുട്ടികൾക്കും നല്ല ഇഷ്ടമാവും, നിങ്ങൾക്കൊരു ചേഞ്ചും ആവും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചാണ് ചിക്കൻ സാൻഡ്വിച്ച്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ചിക്കൻ ഞാനിവിടെ ഓൾറെഡി ഉപ്പും കുരുമുളകിട്ട് വേവിച്ച് ചോപ്പറിലിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കൈവച്ച് പിച്ചെടുത്താലും മതി. അപ്പോൾ അത് ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പം ചോപ്പറിലിട്ടിട്ടാണ് ഇതുപോലെ ആക്കി എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാബേജാണ്, പിന്നെ ക്യാരറ്റ് വേണം, പിന്നെ കുക്കുംബർ വേണം, വലിയ ഉള്ളി വേണം, കുറച്ച് മല്ലിയില വേണം, പിന്നെ ക്യാപ്സിക്കൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ കെച്ചപ്പും അതുപോലെ മയോണൈസും ആണ്. പിന്നെ നമുക്ക് സാൻഡ്വിച്ച് ബ്രെഡ് വേണം, പിന്നെ കുറച്ച് ബട്ടർ വേണം, പിന്നെ നമുക്ക് ഉപ്പ്, കുരുമുളക്, പിന്നെ ഞാൻ കുറച്ച് ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിൽ ചേർക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ആദ്യം നമുക്ക് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്കൊരു വലിയൊരു ബൗളെടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുക. ചിക്കൻ, ഉള്ളി, പിന്നെ ക്യാബേജ്, ക്യാരറ്റ്, കുക്കുംബർ, മല്ലിയില. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം, പിന്നെ കോൺ ആഡ് ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. നിങ്ങൾ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ എല്ലാ വെജിറ്റബിൾസും ചിക്കനും ഇട്ട് കൊടുത്തു. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ പെരി പെരി സോസ് ചേർക്കാം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും സോസ്, ബാർബിക്യൂ സോസ് ചേർക്കാം. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചേർക്കാം. ഞാനിപ്പോൾ നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ചിക്കൻ ഞാൻ ഓൾറെഡി ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്, ഉപ്പും കുരുമുളക് ഇട്ടിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഉപ്പിടുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ചിലർക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല ടൊമാറ്റോ സോസൊന്നും. അപ്പോൾ അങ്ങനെയുള്ളവർ കുറച്ച് ചേർത്താൽ മതി. ഇഷ്ടമുള്ളവർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചേർത്തോ. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്തു, കെച്ചപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മയോണൈസ് ചേർത്ത് കൊടുക്കുകയാണ്. മയോണൈസൊന്നും അധികം ചേർക്കണ്ട, കാരണം മയോണൈസൊന്നും അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്തോ. പക്ഷേ എനിക്കത്ര ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് മയോണൈസ്. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നാരങ്ങാനീര്, ഒരുപാട് വേണ്ട, വളരെ കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോമ്പിൻ്റെ സമയത്ത് നിങ്ങൾ എപ്പോഴും എണ്ണ പലഹാരങ്ങളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല ഒരു മാറ്റമായിരിക്കും. എപ്പോഴും നമ്മളിങ്ങനെ എണ്ണ പലഹാരമെങ്കിൽ നമുക്കൊരു മടുപ്പ് വരുമല്ലോ. ഇതാകുമ്പോൾ കുട്ടികൾക്കും എല്ലാം ഭയങ്കര ഇഷ്ടം. അവർ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് വീട്ടിലുണ്ടാക്കി കാണുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പണിയും എളുപ്പമാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ആവശ്യ സമയത്ത് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മൾ ബ്രെഡിൽ വെച്ച് ഫില്ല് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു മയോണൈസും ടൊമാറ്റോ സോസൊക്കെ നന്നായിട്ട് എല്ലാവരുടെയും ഒരുപോലെ ആകുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബ്രെഡ് പീസ് എടുത്തിട്ട്, ഞാൻ ബ്രെഡിൻ്റെ 4 വശവും ആ ഒരു ബ്ലാക്ക് കളർ മൊരിഞ്ഞ വശങ്ങളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബട്ടർ നമുക്കിതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ചേർത്ത് കഴിയുമ്പോൾ നല്ലതാണ്. വളരെ കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. നമ്മൾ ആ ബ്രെഡിൻ്റെ മേലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്ങിൽ അത് ഇതിൻ്റെ മേളായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും ചെയ്യാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് തന്തൂരി ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഫ്ലേവർ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഗ്രില്ല് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുത്തിട്ട് ഇതുപോലെ പൊടി പൊടിയാക്കി നമുക്ക് ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. ഞാനിത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് കാണിച്ചെന്നുള്ളൂ കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചീസൊക്കെ ആഡ് ചെയ്യാം, കുറച്ചും കൂടെ റിച്ച് ആയിരിക്കും. ഞാൻ വേറൊരു ബ്രെഡ് പീസ് എടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെയും കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ ഒരു ബ്രെഡിലും ബട്ടർ തേച്ച് കൊടുത്തു. ഇനി നമ്മളിതിങ്ങനെ അടച്ച് വെക്കുക. ഇനി നമ്മളിത് കട്ട് ചെയ്ത് കഴിച്ചാൽ മതി. ഞാൻ പക്ഷെ ഒന്ന് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ഗ്രിൽഡ് തവയുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക സാൻഡ്വിച്ച് മേക്കർ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ച് ഒരു 5 മിനിറ്റ് ചൂടാക്കുന്നുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. ഗ്രില്ലിങ് തവയുണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ചെയ്യാനും പറ്റും. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെ ബ്രെഡ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ സാൻഡ്വിച്ച് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. നല്ല അടിപൊളിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ്.
അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുക. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മളെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്